ഹായ് ഫ്രണ്ട്സ്, ഞാൻ വൈശാഖ്. ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഈ ഒരു ക്ലോക്ക് റിപ്പയറിംഗ് ആണ്. ഈ ക്ലോക്ക് നടക്കുന്നില്ല എന്ന് നോക്കി കാണും. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ ഇവിടെ ഒരു ബാറ്ററി പഴയത് ഇവിടെ കിടക്കുന്നുണ്ട്, ലീക്കാണ്. അപ്പോൾ ആ ബാറ്ററി കഴിച്ചിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ നമ്മൾ ഇതിലേക്ക് കയറ്റണം. അതാണ് നമ്മൾ ഇന്നത്തെ വർക്ക്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അത് നമുക്ക് ഇതിൻ്റെ സ്ക്രൂസ് എല്ലാം ഒന്ന് കഴിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ ഡയൽ കംപ്ലീറ്റ് കഴിച്ചെടുക്കാനാണ് പോകുന്നത്. എന്നിട്ട് വേണം ഇതിൻ്റെ സൂചിയെല്ലാം കഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം കഴിച്ചെടുക്കാം. കഴിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം സ്ക്രൂസും വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്ക്രൂ മിസ്സിങ് ആണ്. അപ്പം നമുക്ക് അതിന് വേണ്ടി വേറെ സ്ക്രൂ ഇടാം. ഓക്കെ, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അതിൽ ഡയൽ വെച്ചിടാം. ഇതാണ് ഇതിൻ്റെ ഡയൽ വരയ്ക്കുന്നത്. ഗ്ലാസ് നമുക്ക് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് ഈ സ്ക്രൂകൾ ജസ്റ്റ് നമുക്ക് പതിയെ ഇതിൻ്റെ സൂചി വളയാതെ കഴിച്ചേക്ക് എടുക്കാം. ഇവിടെ ഇതിൻ്റെ ഒരു ഇത് ഉണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ ചെയ്യാം. നമുക്ക് അതിനു മുമ്പ് ഇതിൻ്റെ ഈ സ്ക്രൂ വെച്ചെടുക്കേണ്ടതുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്ത് ഓക്കെ. നമ്മൾ ഈ ബാറ്ററി ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അകത്തോട്ട് ആസിഡ് ലീക്കാണ് കേട്ടോ. ഇതാണ് കണ്ടീഷൻ. നമ്മളെ അതിനകത്ത് ഇതിൻ്റെ ആസിഡ് ലീക്കായിട്ടുണ്ട് കംപ്ലീറ്റ്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഭയങ്കര കുത്തിപ്പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആസിഡ് ലീക്കാതെയാണ് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ദൂരം വരെ പറ്റിയില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്കിത് കഴിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇത് ഫസ്റ്റ് ദിവസം കഴിച്ചെടുക്കാം ഇതിൻ്റെ. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് കൈ മാറ്റി വെക്കാം. നമുക്ക് ജസ്റ്റ് ബ്രഷ് എടുത്ത് ക്ലീൻ ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. ബാറ്ററിൻ്റെ ലീക്ക് ഇതെല്ലാം ഉണ്ട്. ചേർത്ത് ബബിൾസ് ഇവിടെ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഞാൻ കഴുകിയെടുക്കുന്നു. ആ ബാറ്ററിന് ആസിഡ് കംപ്ലീറ്റ് ഒന്ന് കളഞ്ഞെടുത്തു. പിന്നെ WD-40 അടിച്ച് അതുമെല്ലാം ഒന്ന് നീറ്റാക്കി നമുക്ക് കംപ്ലീറ്റ് ഒന്ന് തുടച്ചെടുക്കണം. ഞാൻ സാധാരണ വെള്ളം കൊണ്ട് ഞാൻ കഴുകിയത്. നല്ല ഡൗട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത് ഇനി മെഷീനിലേക്ക് തിരിച്ച് റീഫിറ്റ് ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ പുതിയ മെഷീൻ. പഴയ മെഷീൻ നമ്മൾ മൊത്തം പൊട്ടി പോയതുകൊണ്ട് നമ്മൾ ചാടി ഇതിന് നമുക്ക് ആവശ്യം വരുന്നില്ല.
ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ജസ്റ്റ് സാധാരണ ഇഷ്ടം ടൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ടൈറ്റ് ചെയ്തിരുന്നു മെഷീനിൽ. ഇനി നമുക്ക് ഇതിൻ്റെ സൂചി എടുക്കാം. എടാ സൂചി ഇപ്പം നമുക്ക് ഫിക്സ് ചെയ്യാം. നമുക്ക് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ബാറ്ററി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഒന്ന് റെഡി ആയിട്ടുണ്ട് സാധനം. നമുക്ക് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 11:25 ബാറ്ററി എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി ബാക്കി സാധനം റീഫിറ്റ് ചെയ്തെടുക്കാം. ഡയൽ വെച്ചിട്ട് നമുക്കൊന്ന് വെട്ടി തുറച്ചെടുക്കാം. ചളിയിലുണ്ട്, മൊത്തം ഡയൽ തുറച്ചെടുക്കാം. ഗ്ലാസും ഡയലും എല്ലാം ഞാൻ തുറച്ചെടുക്കണ്ടേ ഇവിടെ. ഗ്ലാസ് ഇറക്കി വെച്ചു. രണ്ട് സൈഡിൽ വെച്ച് അവിടെ വർക്ക് കണ്ടു. നമുക്കിവിടെ ആദ്യം ഇവിടുത്തെ സ്ക്രൂസ് എല്ലാം കറക്റ്റ് ഇതിൽ വെച്ച് കൊടുക്കാം. സ്ക്രൂസ് ഇനി ബാക്കിയുണ്ട്, നമ്മൾ ചെക്ക് ചെയ്യാം. ബാക്കിയുടെ ചെയ്യാം. ഇപ്പം നമുക്ക് ഇതും കൂടെ ഇവിടെ കയറ്റി വെക്കാം. ഓക്കെ, ഇതോടെ ഫ്ലെയിമോടെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട്. ഇതും കൂടെ വെച്ച് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. നമുക്ക് രണ്ട് സ്ക്രൂസും കൂടെ സ്ക്രൂ ഉണ്ടാകും.
ഇതിൻ്റെ ഒരു സ്ക്രൂ ഫ്രണ്ട്സ് കാണാനില്ല. നമുക്കതിനെ വേറെ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് 2 സ്ക്രൂ ഉണ്ട് കേട്ടോ. ആണ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത റീസ്റ്റോറേഷൻ വീഡിയോ ഇതിൻ്റെതാണ്. അപ്പോൾ ഓണാവല്ലോ, അപ്പോൾ ഇതിൻ്റെ അടുത്ത റീസ്റ്റോറേഷൻ വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ഇതായിരിക്കും. ബൈ ബൈ.